നമസ്കാരം. വി ഡി സർക്കാരിന് അഭിവാദ്യങ്ങൾ. ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങൾ മുതൽ, ഏതാനും നിമിഷങ്ങൾ മുതൽ കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക്, നമ്മുടെ മക്കൾക്കും ഒക്കെ സൗജന്യമായി കേരളത്തിലെവിടെയും യാത്ര ചെയ്യുവാനുള്ള ഒരു വലിയ ഭാഗ്യം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് മുൻപ് നടന്നിട്ടുണ്ടാവും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആരും ജനങ്ങളുടെ ക്ഷേമം ചർച്ച ചെയ്തിട്ടേയില്ല. പക്ഷേ വി ഡി സതീശൻ സർക്കാർ അതിനെ ചർച്ച ചെയ്യുകയും വളരെ മനോഹരമായ രീതിയിൽ ജനങ്ങൾക്ക് ഗുണം വരുന്ന രീതിയിലേക്ക് ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതിൽ മിനിമം പോയിൻ്റ് 15 രൂപയുടെ ഒരു യാത്ര കഴിഞ്ഞ് നാം തിരികെ എത്തിയാൽ ഒരു ദിവസം 30 രൂപ. ഈ 30 രൂപയിൽ ഒരു മാസം കൂടുമ്പോൾ 900 രൂപ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ലാഭിക്കാൻ കഴിയും. ആ 900 രൂപയുടെ ലാഭം വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ നമുക്ക് ഉപകരിക്കും. ആ ഒരു വലിയ സഹായം ചെയ്തു തന്ന വി ഡി സതീശൻ സർക്കാരിന് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളെ KSRTC ബസ്സിലെ പോലെ തന്നെ ആശാ വർക്കർമാരുടെ ശമ്പളം, അത് ഇവരുടെ അധികാരത്തിൽ കയറി വെറും 30 ദിവസത്തിനകം ആണ് ഇത് സംഭവിക്കുന്നത്. നോക്കിക്കൊള്ളണം, 30 ദിവസത്തിനുള്ളിൽ ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയും പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കെട്ടിട പെർമിറ്റ് 3 മാസത്തിനുള്ളിൽ എത്ര വലിയ ബിൽഡിംഗ് പെർമിഷൻ ഉണ്ടെങ്കിലും ശരി, അത് 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ അത് പെർമിറ്റ് ലഭിക്കണം എന്ന് സർക്കാർ തീരുമാനവും അതുപോലെ മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഉണ്ടായ വിവരം ഇന്ന് രാവിലെ നമ്മൾ അറിയുകയുണ്ടായി. വളരെ ഹാപ്പിയായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പലരും KSRTC ബസ്സുകളിലെ സൗജന്യ നിരക്ക് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സൗജന്യം നല്ലതാണ് എന്ന് ആദ്യം മുതൽ പറഞ്ഞവർ ഇപ്പോൾ ചുവന്ന കൊടി, എതിർപ്പിൻ്റെ കൊടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. ഈ മാറ്റം ഒരിക്കലുണ്ടായാൽ ഒരു കാരണവശാലും വി ഡി സതീശൻ സർക്കാരിനെ തകർക്കുവാൻ ഇനി ആർക്കും കഴിയില്ല എന്നുള്ള നിലയിലേക്ക് വരികയാണ്. അതിൽ ഔചിത്യം എന്ന് പറഞ്ഞാൽ വെറും 30 ദിവസത്തിനകം ഇത്രയും ഗംഭീരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എങ്കിൽ എന്തായാലും തീർച്ചയായും 5 വർഷത്തിനകം ജനങ്ങൾക്ക് വേണ്ട എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്ത് അജണ്ടയുണ്ടാകും. ദാരിദ്ര്യമുക്തമാകും. അതുപോലെ തന്നെ ഭവനരഹിതരായിട്ടുള്ളവർക്ക് ഭവനങ്ങളുണ്ടാകും. വാടക കെട്ടിടത്തിലുള്ളവർക്ക് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്കായിരിക്കും വി ഡി സതീശൻ സർക്കാർ പോകുന്നത്. എന്തായാലും ഏറ്റവും നല്ല ഗംഭീരമായ രീതി ഭരണം കൈയാളുന്ന വി ഡി സതീശൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. KSRTC എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ കാര്യമല്ല. ഒരു യാത്ര പോയി നമ്മൾ തിരികെ മടങ്ങിയെത്തുമ്പോൾ ആയിരങ്ങൾ നമ്മുടെ കൈകളിൽ നിന്ന് ചിലവാകുമായിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഒരുപാട് തുക ലാഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സർക്കാർ കൊണ്ടുവന്ന വലിയ ഒരു പദ്ധതി എന്തായാലും അഭിവാദ്യം ചെയ്യുന്നു. ജനങ്ങളുടെ മുഴുവൻ പൂർണ്ണമായ പിന്തുണ വി ഡി സതീശൻ സർക്കാരിന് ഉണ്ടാകുമെന്ന് ഞാൻ വാഗ്ദാനവും അതോടൊപ്പം ഉറപ്പും നൽകുകയാണ്. ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലേറ്റിയെങ്കിൽ വളരെ സ്നേഹത്തോടെ അതിനെയെല്ലാം മാനിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, അച്ചടക്കത്തോടുകൂടി, ഭവ്യതയോടുകൂടി സംസാരിച്ച് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റുവാൻ എന്തായാലും വി ഡി സതീശൻ സർക്കാരിന് കഴിയുന്നു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. തുടർന്നും ഗംഭീരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. സർക്കാരിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി.